റൂഹിന്റെ പാതി. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഫോൺ നിർത്താതെ ശബ്ദിക്കുന്ന കേട്ടാണ് ആഷി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന്. പാതി മയക്കത്തിൽ തപ്പിത്തടഞ്ഞ് ഫോൺ എടുത്തപ്പോൾ സുനീനയാണ്. ഹലോ, എന്താ സുനി ഈ നേരത്ത്? ആഷി, അത് നിയാസ്. നിയാസിന്റെ പേര് കേട്ടതും ഉറക്കം പോലും പാടെ ഒഴിഞ്ഞുപോയി. ആൾ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ആളുടെ നെഞ്ചിരിപ്പ് വേഗത്തിലായി. എന്താടാ, നിയാസിന് എന്തു പറ്റി? കാര്യം പറ. അത് നിയാസിനൊരു ആക്സിഡന്റ്. സുനൈനയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. അല്ലാ, എപ്പോ? എന്താണ് എന്റെ നിയാസിന് പറ്റിയത്? അവനിപ്പോ എവിടെയാ? പറ സുനു. ആഷിയുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. ആഷി, നീ ഒന്ന് അടങ്ങ്. അവൻ ഹോസ്പിറ്റലാ. എൻ്റെ ഇക്കാക്ക് ഇപ്പോഴാണ് ഷോപ്പിൽ നിന്ന് വന്ന്. ഇക്കാക്ക പറഞ്ഞ വിവരം, നമ്മുടെ കോളേജിൽ ഒരു പയ്യന് ടൗണിൽ വെച്ച് വണ്ടി ഇടിച്ചെന്ന്. അവിടെ ഉണ്ടായിരുന്ന ചേർന്ന് അവൻ ഹോസ്പിറ്റലിൽ എത്തിച്ചത്രേ. നിയാസ് എന്നാ പേര് പറഞ്ഞ്. കൂടുതൽ വിവരങ്ങളൊന്നും ഇക്കാക്കയോട് ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് നിന്നെ ഇപ്പൊ തന്നെ വിളിച്ചത്. സുനീനയുടെ മറുപടി ആഷിയെ കൂടുതൽ തളർത്തി. പക്ഷെ സുനു, നിയാസിന് ബൈക്കില്ലല്ലോടി, പിന്നെ എങ്ങനെ അപകടം നടന്നേ? ആഷി വിക്കി ചോദിച്ചു. ആൾക്കറിയാവുന്ന നിയാസിന് ഒരു ബൈക്ക് സ്വന്തമായി വാങ്ങാനുള്ള സാഹചര്യമില്ലെന്ന് ആൾക്ക് ഉറപ്പായിരുന്നു. അതൊന്നും എനിക്കറിയില്ല മോളെ, നീ സമാധാനമായിട്ട് ഉറങ്ങാൻ നോക്ക്. അവനൊന്നും സംഭവിക്കില്ല. ചിലപ്പോൾ ആള് മാറിയതാവനും സാധ്യതയില്ലേ? ആ പയ്യൻ നിയാസിനെ ആവണമെന്നില്ലല്ലോ. സുനീന അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പോടി കോപ്പേ, ഈ പാതിരാതിക്ക് മനുഷ്യന്റെ പാചകം എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവനായിരിക്കില്ലെന്ന് സമാധാനിപ്പിക്കാൻ വരുന്നു. നീ ഫോൺ വെച്ചേ. ആഷി ദേഷ്യത്തിലും സങ്കടത്തിലും സുനൈനയുടെ മറുപടിക്കായി കാത്തു നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ആഷിയുടെ ഉള്ളിൽ തീയായിരുന്നു. തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും ഉറക്കവിടരിലേക്ക് വന്നതേയില്ല. നേരം വെളുക്കാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ഇതവനായിരിക്കലേ പടച്ചവനെ. ഇനി നിയാസ് തന്നെ ആണെങ്കിൽ അല്ലാ, അവനൊന്നും വരുത്തല്ലേ. നെഞ്ചിൽ കൈവച്ച് അവൾ പ്രാർത്ഥനയോടെ കണ്ണുകളടച്ചു. ഭയവും പ്രണയവും അവളിൽ ഒരുപോലെ നിഴലിച്ചു നിന്നു. ഒളിവിൽ ഏതോ യാമത്തിൽ നിയാസിന്റെ ഓർമ്മകളുമായി അവളൊന്ന് മയങ്ങിപ്പോയി. രാവിലെ ഉമ്മയുടെ വിളി കേട്ടാണ് ആഷി കണ്ണു തുറന്നത്. ഉമ്മ, കുറച്ചേരം കൂടി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് തിരിഞ്ഞിരുന്നപ്പോഴാണ് രാത്രിയിൽ ആ ഫോൺ കോൾ ഓർമ്മ വന്നു. അതോടെ മയക്കമെല്ലാം പമ്പ കടന്നു. ആൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. ബാക്കിയുള്ള ജോലികളെല്ലാം വേഗത്തിൽ തീർക്കുമ്പോഴും ആളുടെ മനസ്സ് ടൗണിലെ ആ ഹോസ്പിറ്റൽ മുറിയിലായിരുന്നു. എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്ന ചിന്ത മാത്രമായിരുന്നു അവൾക്ക്. സമയം രാവിലെ 8:30. ആഷി വേഗം സ്കൂട്ടി എടുത്ത് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ അവൾ സുനൈനയെ വിളിച്ചു. മറുതലക്കൽ സുനൈനയുടെ ഹലോ കേട്ടതോ ആഷി പറഞ്ഞു. ഡി, വേഗം റെഡിയായി റോഡിലിറങ്ങിക്ക്, ഞാൻ എത്തി. ഓക്കെ മുത്തേ. സുനൈന ഫോൺ കട്ട് ചെയ്തു. ഭാഗ്യം, ഇന്നലത്തെ കളിപ്പിൽ ചീത്തയൊന്നും കേട്ടില്ലല്ലോ എന്ന് സുനൈന ആശ്വസിച്ചു. ആൾ ധൃതിയിൽ ഭക്ഷണം കഴിച്ചിറങ്ങി റോഡിൽ കാത്തു നിന്നു. ഇനി നേരം വൈകി ആഷിക്ക് ഒന്ന് കൊല വിളിക്കും എന്ന് കരുതി നിൽക്കുമ്പോഴാണ് ദൂരെ നിന്ന് ആഷിയുടെ വണ്ടി വരുന്നത് കണ്ടത്. വണ്ടി തന്നെ അടുത്ത് വന്ന് നിന്നപ്പോൾ സുനൈന ആഷിയുടെ മുഖത്തേക്ക് പാണി നോക്കി. പേടിയും വിഷമവും കാരണം ആ മുഖമല്ല വിളറിയിരുന്നു. നീ കയറുന്നുണ്ടോ? അതവിടെ വല്ല കിനാവ് കൊണ്ട് നിൽക്കുകയാണോ? ആഷി കടുപ്പത്തോടെ ചോദിച്ചു. ഇന്നലത്തെ ദേഷ്യം അവൾക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല. ദേ കയറി മുത്തേ. സുനൈന വണ്ടിയിൽ കയറിയതും ആഷി ആക്സിലേറ്റർ തിരിച്ചു. വണ്ടി മുന്നോട്ട് കുതിച്ചു. ആഷി വല്ലാതെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് സുനൈനയും മൗനം പാലിച്ചു. എങ്കിലും അവളുടെ മനസ്സ് മന്ത്രിച്ചു. പഠിച്ചോനെ, ആ നിയാസ് ആവില്ലേ? ആഷിയുടെ വണ്ടി റോഡിലൂടെ പറക്കുകയായിരുന്നു. ആളുടെ ഉള്ളിലെ പരിഭ്രാന്തി ആക്സിലേറ്ററിൽ അമർന്നു. വണ്ടിയുടെ വേഗത കണ്ട് സുനൈനയുടെ നെഞ്ചിരിപ്പും കൂടി. ആഷി, മെല്ലെ പോ മോളെ, പേടിയാവണു. സുനൈന വിളിച്ചു പറഞ്ഞു. നീ മിണ്ടരുത്, അവിടെ അടങ്ങിയിരുന്നോണം. ആഷിയുടെ മറുപടിയിൽ കനത്ത ദേഷ്യം അതിലേറെ സങ്കടം ഉണ്ടായിരുന്നു. ആ പോക്കിൽ എങ്ങനെയാണ് അവർ ഹോസ്പിറ്റലിൽ എത്തിയെന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു. പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയതും ആഷി സുനൈനയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ICU ലക്ഷ്യമാക്കി ഓടി. ആളുടെ ആ വെപ്രാളം കണ്ട് സുനൈന അമ്പരന്ന് പോയി. ഇത്രയും ദിവസം അവനെ കാണാതിരിക്കാൻ ശ്രമിക്കുകയും മുന്നിൽപ്പെട്ടാൽ ഒഴിഞ്ഞു മാറുകയും ചെയ്ത അതേ ആഷിയാണോ ഇത്? ആളുടെ ഉള്ളിലെ ആ പ്രണയം ഈ അപകട വാർത്തയോട് അണപൊട്ടി ഒഴുകിയായിരുന്നു. പെട്ടെന്ന് ആഷി തിരിഞ്ഞു. സുനു, അവിടെ അവന്റെ വീട്ടുകാരുണ്ടാവില്ലേ? നമ്മളെങ്ങനെ അകത്തേക്ക് കയറും? ആളുടെ ശബ്ദമല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. നിയാസിനെ കാണാനുള്ള ആഗ്രഹവും അവന്റെ വീട്ടുകാരെ അഭിമുഖീകരിക്കാനുള്ള പേടിയും ആള് വല്ലാതെ തളർത്തിയിരുന്നു. ആഷിയുടെ ആ മുഖം കണ്ടപ്പോൾ സുനൈനയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. ആൾ ആഷിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. നീ ആഷി, അത് നിയാസിനെയാണെന്ന് ഉറപ്പില്ലല്ലോ, നീ ടെൻഷനാതെ വാ. ഇനി നിന്റെ നിയാസാണെങ്കിൽ തന്നെ അവന്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സാണെന്ന് പറയാം, ആരും ഒന്നും വിചാരിക്കില്ല. സുനൈന നൽകിയ ആ ധൈര്യത്തിലൂടെ ആറ് വരാന്തയിലൂടെ നടന്നു. പെട്ടെന്നാണ് ദൂരെ നിയാസിന്റെ ഒരു സുഹൃത്ത് നിൽക്കുന്നവർ കണ്ടത്. അവരെ കണ്ടതും അവൻ വേഗത്തിൽ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. അവന്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ ആഷിയുടെ ശ്വാസമോ നിലച്ചു. നിയാസിന് എന്താ പറ്റിയത്? സുനൈനയാണ് ചോദിച്ചത്. ആഷിക്ക് അപ്പോഴും വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. വലിയ കുഴപ്പമൊന്നുമില്ല, ബൈക്ക് ഇടിച്ചപ്പോൾ വീണതാ, കൈക്കും കാലിനും ചെറിയ പരിക്കുണ്ട്, അത്രയേ ഉള്ളൂ. പേടിക്കാനെന്നുള്ള ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അവന്റെ മറുപടി കേട്ടപ്പോൾ ആഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഓക്കെ, എങ്കിൽ ഞങ്ങൾ അവനെ ഒന്ന് കാണട്ടെ, നീ കൂടെ ഒന്ന് വരുമോ? സുനൈന വീണ്ടും ചോദിച്ചു. അവൻ അവരെയും കൂട്ടി നിയാസ് എടുക്കുന്ന മുറിയിലേക്ക് നടന്നു. അപ്രതീക്ഷിതമായി റൂമിലേക്ക് വന്നവരെ കണ്ട് നിയാസ് പതറി. അവരെ കണ്ട് അവൻ എഴുന്നേൽക്കാൻ നോക്കി. വേണ്ട നിയാസ്, എഴുന്നേൽക്കണ്ട, അവിടെ തന്നെ കിടന്നോളൂ. സുനൈന അവനെ തടഞ്ഞു. ആഷി അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു.
അവളുടെ ആ നോട്ടത്തിൽ അവന്റെ ആ വെള്ളാരങ്കണകൾ നിറഞ്ഞു വരുന്ന സുനു കണ്ടു. ആഷി അതുകൊണ്ട് സുനു അവളുടെ കയ്യിലും തട്ടി. അവളൊരു ചമ്മലോടെ തന്നെ നോട്ടം മാറ്റി. ഉമ്മ, ഇവർക്ക് ഞങ്ങളുടെ കോളേജിലെ ഫ്രണ്ട്സാ. നിയാസിന്റെ സുഹൃത്ത് പരിചയപ്പെടുത്തിയപ്പോൾ ആ ഉമ്മ അവരെ പുഞ്ചിരിയോടെ നോക്കി. അതെയോ, മക്കളിരിക്കേ. സ്നേഹത്തോടെ ഉമ്മ അവരെ ക്ഷണിച്ചു. ഇല്ലുമ്മ, ഞങ്ങൾ ക്ലാസ് ഉണ്ട്. നിയാസ് ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞപ്പോ ഒന്ന് കാണാൻ വന്ന ആഷി വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. നിയാസിന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെയാ പറ്റിയത്? രാത്രി സമയത്ത് നിയാസ് എവിടെ പോയതാ? അത് മോളെ, ഇന്നലെ രാത്രി എൻ്റെ കാലിന് വല്ലാത്ത വേദനയായിരുന്നു. ഇവൻ അറിയണ്ടെന്ന് ഇത് ഞാൻ സഹിച്ച് നിന്നാ. പക്ഷെ അപ്പോഴേക്ക് അനിയൻ ഇവനോട് പറഞ്ഞു കൊടുത്തു. ഉടനെ മരുന്ന് വാങ്ങി വരാമെന്ന് പറഞ്ഞു പോയതാ എൻ്റെ മോൻ. എനിക്ക് വേണ്ടി പോയപ്പോഴാണല്ലോ അവനിങ്ങനെ പറ്റിയത്. ആ പാവമ്മയുടെ വാക്കുകളിടറി സങ്കടം സഹിക്കാനാവാതെ അവർ വിതുമ്പി. ഉമ്മ, എന്താ ഇത്? നിയാസ് അവരെ തടഞ്ഞു. ഉമ്മയുടെ കണ്ണീര് അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അവന്റെ വിളി കേട്ട് ഉമ്മ സംസാരം നിർത്തി. ഉമ്മ വിഷമിക്കണ്ട, കാലിനുള്ള മരുന്ന് നമുക്ക് വാങ്ങാം. ആഷി ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ട മക്കളെ, എനിക്കിപ്പോൾ വേദനയൊന്നുമില്ല. എൻ്റെ മോൻ്റെ ഈ അസുഖം ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു. ആ ഉമ്മയുടെ നിസ്വാർത്ഥമായ സ്നേഹം കണ്ടപ്പോൾ ആഷിയുടെ ഉള്ളുലഞ്ഞു. നിയാസിന്റെ മൗനത്തിന്റെ അർത്ഥം അവൾക്കിപ്പോൾ പൂർണ്ണമായും ബോധ്യപ്പെട്ടു. ഉത്തരവാദിത്തങ്ങളുടെ ഭാരം ചുമക്കുന്ന ആ തോളുകളിൽ പ്രണയത്തിന്റെ ഭാരം കൂടി വെച്ച് നീട്ടാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. സങ്കടം അണകുട്ടി ഒഴുകിയപ്പോൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ വേഗം പുറത്തിറങ്ങി. പുറകിൽ നിശബ്ദയായി സുനീനയും. ആഷി, നീ ഇങ്ങനെ തളർന്നെങ്ങനെയാടി? ഇത്രയ്ക്ക് സില്ലിയാവില്ലേ നീ? ഇത്രയും ചെറിയ കാര്യത്തിനാണ് നീ ഇങ്ങനെ തകരുന്നത്? ലോകത്ത് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, നീ ധൈര്യമായിട്ടിരിക്കേ. സുനൈന ആഷിയുടെ തോളിൽ കൈ ചേർത്ത് പിടിച്ചു. സുനു, നീ അവന്റെ ഫ്രണ്ടിനെ ഒന്നുകൂടി വിളിക്കേ. വിളിക്കാം. സുനൈന നിയാസിന്റെ സുഹൃത്തിനെ അടുത്തേക്ക് വിളിച്ചു. അവൻ അവരുടെ അരികിലേക്ക് വന്നു. ആഷി തന്റെ ബാഗിൽ നിന്ന് കുറച്ച് പണം എടുത്ത് അവന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇത് നിങ്ങൾ നിയാസിനെ ഉമ്മാനെ ഏൽപ്പിക്കണം, അവരുടെ മരുന്നിന് മറ്റും ഉപകരിക്കും. ആഷി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഏയ്, ഇതൊന്നും വേണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അവൻ മടിയോടെ പണം തിരിച്ചെടുക്കാൻ ശ്രമിച്ചു. അത് വേണ്ട, നിങ്ങളിത് കൊടുത്താൽ മതി, ഞാൻ തന്നാണെന്നും പറയണ്ട. അവരുടെ നിർബന്ധം കൂടിയപ്പോൾ അവനത് വാങ്ങി. അവനെയും നോക്കി ആഷിയും സുനീനയും വീണ്ടും ആ റൂമിലേക്ക് കടന്നു. നിയാസിന്റെ ഉമ്മയോട് അവനോട് പോവാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി വണ്ടിയെടുത്ത് കോളേജിലേക്ക് വിട്ടു. പോകുന്ന വഴി ആഷിയും സുനുവും പരസ്പരവും സംസാരിച്ചില്ല. അവളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് സുനു മനസ്സിലാക്കി. അതുകൊണ്ട് അവളും ആഷിയോടൊന്നും ചോദിച്ചില്ല. കോളേജിലെത്തി ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ സുനു ആഷിയുടെ കൈകൾ പിടിച്ചു. ആഷി, ഓ നിന്നേടി, നിനക്ക് എന്നാ പറ്റിയേ? അവളുടെ ചോദ്യം കേട്ടതും ഏതോ ഒരു മായാലോകത്തിൽ നിന്ന് മടങ്ങിയെത്തിയ പോലെ ആഷി ഞെട്ടലോട് അവളെ നേർക്ക് തിരിഞ്ഞു നോക്കി. എന്താ നീ എന്താ ചോദിച്ചേ? ആഷി ഒരു വിഭ്രാന്തിയിലാണ് സുനൈനയ്ക്ക് തോന്നി. ആഷി, എന്താ മോളെ നിനക്ക്? അവളെ പിടിച്ചെടുത്തി സുനൈന വീണ് ചോദിച്ചു. ഏയ്, ഒന്നുമില്ലടാ. ആഷി മുഖത്തിരിക്കാൻ നോക്കി. ഇല്ല, നീ പറ, എനിക്കറിയണം നിന്റെ മനസ്സിൽ എന്താണെന്ന്. നല്ലൊരു സുഹൃത്തിന് ഒരുപാട് അവകാശങ്ങളുണ്ട് ആഷി. സന്തോഷങ്ങൾ മാത്രം പങ്കുവെക്കാനുള്ള ഫ്രണ്ട്ഷിപ്പ്. ഉള്ളിലിരിക്കുന്ന സങ്കടങ്ങൾ അറിയാനും അത് തുറന്നു പറയാനും കഴിയണം. അതാവണം യഥാർത്ഥ സൗഹൃദം. പറ മോളെ. സുനൈനയുടെ ആ സ്നേഹത്തിന് മുമ്പിൽ ആഷി തോറ്റുപോയി. ആളൊന്നും മിണ്ടാ തലതാഴ്ത്തി നിന്നു. അവളുടെ മിഴികൾ വീണ്ടും നിറഞ്ഞു തുളുമ്പുന്ന സുനൈന കണ്ടു. വാ, ഇന്ന് നമുക്ക് ക്ലാസ്സിൽ കയറണ്ട. നിന്റെ മനസ്സിങ്ങനെ കരയുമ്പോൾ എനിക്ക് സമാധാനമായിട്ട് അവിടെ ഇരിക്കാൻ കഴിയില്ല. നീ വണ്ടി എടുക്കുക, സുനൈന പറഞ്ഞു. ഏയ് വേണ്ട സുനു, വാ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആഷി തടയാൻ ശ്രമിച്ചു. വേണ്ട, ഞാൻ പറഞ്ഞ് കേട്ടാൽ മതി. കീ വന്നേ, വണ്ടി ഞാനെടുത്തോളാം. സുനൈന ആഷിയുടെ കയ്യിൽ നിന്ന് ബലമായി കീ വാങ്ങി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവർ നേരെ പോയത് അവരുടെ സ്ഥിരം സങ്കേതമായ ആ വലിയ മാളിലേക്കാണ്. ആഘോഷങ്ങൾ വരുമ്പോഴും മനസ്സിന് സുഖമില്ലാത്തപ്പോഴും അവർ ഓടിയെത്താറുള്ള ആ ഇടം അവർക്ക് ഒരുപാട് ഓർമ്മകൾ നൽകുന്ന ഒന്നായിരുന്നു. രാവിലെ ആയതുകൊണ്ട് മാളിലധികം തിരക്കിലായിരുന്നു. ആരും ശ്രദ്ധിക്കാത്ത ഒരു ഒഴിഞ്ഞ കോണിൽ അവർ രണ്ടുപേരും അടുത്ത് ചേർന്നിരുന്നു. ഇനി പറ മോളെ. സുനൈന ആഷിയുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ല സുനു. ആഷി പതിവ് പോലെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ സുനൈന അവളെ വിടാൻ തയ്യാറായിരുന്നില്ല. ആഷി, എനിക്കിപ്പോ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സുനൈനയുടെ ശബ്ദം കടുത്തപ്പോൾ ആഷിയുടെ ഉള്ളിൽ നിയന്ത്രണം വിട്ടു. സുനു, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. എനിക്കെന്തോ അവനെ മറക്കാൻ പറ്റുന്നില്ലടാ. വല്ലാത്ത സങ്കടം വരുന്നു എനിക്ക്. അതുവരെ ഉള്ളിലേക്ക് വെച്ചിരുന്ന സർവ്വവേദനയാണ് ഒട്ടി ഒഴുകി. ആഷി സുനൈനയുടെ തോളിലേക്ക് ചായഞ്ഞു പൊട്ടിക്കറങ്ങി. മോളെ, നീ കരയാതെ കാര്യം പറ. സുനൈന അവളെ ചേർത്ത് പിടിച്ചു. സുനു, ഇത്രയും നാൾ അവനെ മുന്നിപ്പെടാൻ ഞാൻ നടന്ന് അവൻ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എന്ന് ഓർത്തിട്ട. പക്ഷേ ഇന്ന് അവനെ വീണ്ടും അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാനായില്ല. അവൻ്റെ ആ വെള്ളാരം കണ്ണുകളിൽ ഇന്ന് ഞാൻ കണ്ടു എന്നോടുള്ള അടങ്ങാത്തവൻ്റെ പ്രണയം. ഇനി എനിക്ക് വേദന സഹിക്കാൻ വയ്യ. എന്നെപ്പോലെ അവനത് പുറത്തു പറയാനാവാതെ വീർപ്പുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കിന്ന് മനസ്സിലായി. എനിക്ക് അവനെ വേണം മോളെ. ആഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് ആഷിയെ കണ്ട നിമിഷം നിയാസിന്റെ കണ്ണുകൾ നിറഞ്ഞത് സുനൈനയും ഓർത്തു. അവളുടെ പ്രണയം വെറുമൊരു തോന്നലല്ലെന്ന് സുനൈനയ്ക്ക് ബോധ്യപ്പെട്ടു. ആഷി, നീ വിഷമിക്കണ്ട, നമുക്ക് അവനോടായി സംസാരിക്കാം. അവനൊന്ന് സുഖമായി വരട്ടെ. എന്തിനും നിന്റെ കൂടെ ഞാനുണ്ടാവും. എന്തിനും, നീ വാ. സുനൈന ആഷിയെ ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ആഷിയുടെ മനസ്സിലിപ്പോൾ സങ്കടത്തേക്കാൾ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു. നിയാസിനെ കാണാൻ കഴിയാത്ത ദിവസങ്ങൾ ആഷിക്ക് യുഗങ്ങൾ പോലെ തോന്നി. എങ്കിലും അവൾ കാത്തിരുന്നു, അവനു വേണ്ടി മാത്രം.
അങ്ങനെ ഒരു നാൾ കോളേജ് ക്യാമ്പസിൽ അന്ന് രാവിലെ പതിവിലും നേരത്തെ തന്നെ ആഷിയും സുനീനയും കോളേജിലെത്തിയിരുന്നു. ആഷിയുടെ മുഖത്ത് വല്ലാത്തൊരു തിളക്കവും സന്തോഷവും നിറഞ്ഞിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അസുഖമാരി നിയാസ് ഇന്ന് കോളേജിലേക്ക് തിരികെ വരുന്ന ദിവസമാണ്. ഓരോ നിമിഷം അവൾ ഗേറ്റിനടുത്തേക്ക് നോയിക്കൊണ്ടിരുന്നു. ആഷിയും സുഹൃത്തുക്കളും ക്യാമ്പസിന്റെ ഒരു ഭാഗത്ത് സംസാരിച്ചിരിക്കുമ്പോഴാണ് നിയാസും കൂട്ടുകാരും ഗേറ്റ് കടന്നു വന്നു. അവനെ കണ്ടതും ആഷിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. ദിവസങ്ങളായി മനസ്സിനെ വേട്ടയാടിയ ആ സങ്കടമെല്ലാം ആ ഒരു കാഴ്ചയിൽ അലിഞ്ഞില്ലാതെയായി. ആഷി വേഗം നിയാസിന്റെ അടുത്തേക്ക് ചെന്നു. കൂടെ സുനൈനയും ബാക്കിയുള്ള കൂട്ടുകാരും ഉണ്ടായിരുന്നു. തന്റെ നേർക്ക് വേഗത്തിൽ നടന്നു വരുന്ന ആഷിയുടെ ആ വരവ് നിയാസ് ഇമവെട്ടാതെ നോക്കി നിന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ആഷിയുടെ ചോദ്യം കേട്ട് ആളെ നോക്കി അവന്റെ കണ്ണുകൾ ചലിച്ചു. കുറവുണ്ട് ആഷി. ഇനിയെങ്കിലും ഇത്ര നാൾ തുറന്നു പറയാനാവാതെ മനസ്സിൽ കൊണ്ടുവരുന്ന ആ ഇഷ്ടം അവളോട് തുറന്നു പറയണം. ആളുടെ ആ ഉണ്ടക്കണ്ണുകൾ തന്റെ ഇഷ്ടം ഒപ്പിയെടുക്കാൻ കാത്തിരിക്കുന്ന പോലെ കഴിയുന്ന ഇന്ന് തന്നെ പറയണം. അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അവരൊന്നും മിണ്ടാതെ കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്നു. ഡി സുനൈന ആഷിയുടെ തോളിൽ മെല്ലിയം തട്ടി. ആ തട്ടിലാണ് ആഷി ഞെട്ടുണർന്നു. സ്ഥലകാലബോധം തിരിച്ചിട്ടിയത് അപ്പോഴാണ്. ചുറ്റിലും തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന സുഹൃത്തുക്കളെ കണ്ടപ്പോൾ അവൾക്ക് ചെറിയൊരു ചമ്മല് തോന്നി. അതുവരെ താൻ അവന് മാത്രമുള്ള ലോകത്തായിരുന്നു അവൾ. ആഷി വാ പോവാ. സുനി അവളുടെ കയ്യിൽ പിടിച്ച് ക്ലാസ്സിലേക്ക് നടന്നു. ആ പോക്കിൽ അവളുടെ കണ്ണുകൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. സുനു, അവനോട് നീ ഒന്ന് സംസാരിക്കോ? ആഷി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അവളുടെ ഉള്ളിലെ പരിഭ്രമ ആ ചോദ്യത്തിലുണ്ടായിരുന്നു. ആഷി, നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ സുനീന ഒന്ന് നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നിന്റെ ഇഷ്ടം നീ തന്നെ പറയുന്ന ഏറ്റവും നല്ലത്. നിന്റെ ഇഷ്ടം നിന്റെ വാക്കുകളിലൂടെ കേൾക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതിനുള്ളൊരു അവസരം ഞങ്ങൾ നിനക്ക് ഉണ്ടാക്കിത്തരാം. സുനീനയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ആഷിയുടെ ഉള്ളിലെ പേടി കുറഞ്ഞു. എന്നാ ഞാൻ തന്നെ നേരിട്ട് പറയാം അല്ലേ സുനു? നീ ധൈര്യമായിട്ട് പറഞ്ഞ മോളെ, ഇതിന് കൂടെ ഞാനില്ലേ? സുനൈന നൽകിയ ആത്മവിശ്വാസം ആഷിയുടെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. ആഷിക്ക് സുനൈനെ കുറിച്ച് വല്ലാത്തൊരു അഭിമാനം തോന്നി. പ്രണയത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ തളർന്നു പോവാതെ തന്നെ ചേർത്ത് പിടിച്ച ഈ സൗഹൃദം എന്നും തനിക്കൊരു വലിയ താങ്ങാണ്. സുനൈന കൂടെയില്ലായിരുന്നെങ്കിൽ താൻ എത്രയോ മുമ്പ് തകർന്നു പോയനെന്ന് ആഷി വേദനയോട് ഓർത്തു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഈ സൗഹൃദമാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി. സുനു വേഗം നിയാസിന്റെ അരികിലേക്ക് ചെന്നു. നിയാസെ പോലെ ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ആഷി, നിയാസും സുനു വരേണ്ട ഫ്രണ്ട്സും നിയാസിന്റെ ഫ്രണ്ടും അവർ നേരെ പോയത് എപ്പോഴും പോവാറുള്ള മാളിലേക്കാണ്. മാളിലെത്തി ആഷിക്കും നിയാസിനും സംസാരിക്കാൻ വേണ്ടി അവരുടെ ഫ്രണ്ട്സ് മാറിക്കൊടുത്തു. ആഷിയും നിയാസും പരസ്പരം ഒന്നും പറയാതെ മൗനമായി കുറച്ചു നേരം അങ്ങനെ നിന്നു. ആ മൗനത്തിന് വിരാമം കുറിച്ച് നിയാസിനെ സംസാരിച്ചു തുടങ്ങി. ആഷി, നീ എന്തൊന്നും പറയാത്ത? ഒന്നുമില്ല നിയാസ്. ആൾ വിറക്കുന്ന സ്വരത്തിൽ മറുപടി നൽകി. ശരി, എങ്കിലും മുഖവരൊന്നുമില്ല, ഞാൻ തന്നെ പറയാം. നിയാസ് ഒരു നിമിഷം ആഷിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആഷി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.